അടുത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്ന് പറഞ്ഞ എന്താണ്? ഒരു സിസ്റ്റം എടുക്കുക, ഏതെങ്കിലും ഒരു സിസ്റ്റം എടുക്കുക. ആ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൽ എന്താണ്, എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ അതിന്റെ ടോട്ടൽ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? കൺസർവ്ഡ് ആയിരിക്കും. എന്താണ്, നമ്മളിപ്പോ വെടിവെക്കുന്നു, അപ്പൊ അവിടെ ഗൺ ബുള്ളറ്റ് സിസ്റ്റം ആണ്. അപ്പൊ ഗൺ ബുള്ളറ്റ് സിസ്റ്റത്തിൽ എക്സ്റ്റേണലി ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ അവിടുത്തെ ടോട്ടൽ മൊമെന്റം എപ്പോഴും കൺസർവ്ഡ് ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ സ്റ്റേറ്റ്മെന്റിനെ പറയുന്ന പേരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ, എന്താണ്, നമ്മളൊരു സിസ്റ്റം എടുക്കുക, അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് ഗൺ ബുള്ളറ്റ് സിസ്റ്റം. അപ്പൊ അവിടെ എക്സ്റ്റേണലി ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ അവിടുത്തെ ടോട്ടൽ മൊമെന്റം എപ്പോഴും സെയിം ആയിരിക്കും. ഫയറിങ്ങിന് മുമ്പും ഫയറിങ്ങിന് ശേഷവും ടോട്ടൽ മൊമെന്റം സെയിം ആയിരിക്കും. ഈ ലോയെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. പറയൂ, ഇഫ് ദ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം ഈസ് സീറോ, ടോട്ടൽ ലീനിയർ മൊമെന്റം ഈസ് കൺസർവ്ഡ്. ദിസ് ഈസ് നോൺ ആസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനി അടുത്ത ഓരോന്നായിട്ട് ഞാൻ പറയാം. നമ്മളിപ്പോ പറഞ്ഞ ഗൺ ബുള്ളറ്റ് സിസ്റ്റം, നമുക്ക് എടുക്കാം അല്ലെ? ഗൺ ബുള്ളറ്റ് സിസ്റ്റം എടുക്കുന്നു. ഇങ്ങോട്ട് നോക്കൂ. അപ്പൊ ഇത് നമ്മുടെ ഗണ്ണാണ്. അപ്പൊ ഗണ്ണിന്റെ മാസ് എം ആണ് കേട്ടോ. ഗണ്ണിന്റെ മാസ് എത്ര? ക്യാപിറ്റൽ എം. ഇതിന്റെ അകത്ത് ഒരു ഉണ്ട ഇരിപ്പുണ്ട്. ഈ ഉണ്ടയുടെ മാസ് എത്രയാണ്? സ്മോൾ എം. ഇനി ട്രിഗർ ചെയ്യട്ടെ. ഇപ്പൊ ട്രിഗർ ചെയ്യുന്നു. ട്രിഗർ പിടിച്ചു വലിച്ചു. അപ്പൊ ബുള്ളറ്റ് ഫ്രണ്ടിലോട്ട് പോകുന്നു. ബുള്ളറ്റ് പോകുന്ന വെലോസിറ്റി സ്മോൾ വി. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഗൺ ബാക്കിലോട്ട് വരും. അപ്പൊ ഗൺ ബാക്കിലോട്ട് വരുന്ന ആ വെലോസിറ്റിയെ പറയുന്ന പേരാണ് റീകോയിൽ വെലോസിറ്റി. എന്താ പേര്? റീകോയിൽ വെലോസിറ്റി. ഇനി ഈ റീകോയിൽ വെലോസിറ്റി നമുക്ക് ക്യാപിറ്റൽ വി എന്ന് റെപ്രസെന്റ് ചെയ്യാം. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ നോക്കൂ, ഇതൊരു ഗണ്ണാണ്. ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ എം. ഇനി ഗണ്ണിന്റെ അകത്തൊരു ബുള്ളറ്റ് ഇരിപ്പുണ്ട്, അതിന്റെ മാസ് സ്മോൾ എം. ഇനി ട്രിഗർ ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റ് ഫ്രണ്ടിലോട്ട് പോകും. എത്ര വെലോസിറ്റിയിൽ? സ്മോൾ വി വെലോസിറ്റിയിൽ. ഗൺ എങ്ങോട്ട് വരും? ബാക്കിലോട്ട് വരും. എത്ര വെലോസിറ്റിയിൽ? ക്യാപിറ്റൽ വി വെലോസിറ്റിയിൽ. ഈ വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് റീകോയിൽ വെലോസിറ്റി. ഇനി നിങ്ങൾ പറയുക, ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? പറയൂ. നമ്മൾ ട്രിഗർ ചെയ്യുന്ന സമയത്ത് ഗണ്ണിന്റെ അകത്തുള്ള ഒരു മെക്കാനിസം ബുള്ളറ്റിനെ ചവിട്ടി വെളിയിൽ കളയുന്നു. ആ ഫോഴ്സിനെയാണ് ആക്ഷൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ വെളിച്ചാടിയ ബുള്ളറ്റ് ചുമ്മാ ഇരിക്കോ? തിരിച്ച് ഗണ്ണിലോട്ട് ഒരു തള്ളു കൊടുക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അതാണ് റിയാക്ഷൻ. അപ്പൊ ഈ സിറ്റുവേഷനിൽ ന്യൂട്ടന്റെ തേർഡ് ലോ ഒബേ ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പാണ്. ഇനി അടുത്തൊരു കാര്യം കൂടെ പറയൂ. നമ്മളിവിടെ ഗണ്ണും ബുള്ളറ്റും അവിടെ മിണ്ടാതിരിക്കുകയായിരുന്നു ആദ്യം അല്ലേ? അപ്പൊ രണ്ടുപേരും മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ രണ്ടുപേരുടെ വെലോസിറ്റി സീറോ ആണ്. അപ്പൊ ഇനീഷ്യൽ മൊമെന്റം എത്രയാ? വാട്ട് ഈസ് എ ഇനീഷ്യൽ മൊമെന്റം? ഇനീഷ്യലി ഉള്ള മൊമെന്റം എത്രയാ? സീറോ ആണ്. ഇനീഷ്യൽ മൊമെന്റം സീറോ ആണ്. ഇനി ട്രിഗർ ചെയ്യുന്ന സമയത്ത് ഉള്ള ഫൈനൽ മൊമെന്റം പറയണം. ഫൈനൽ മൊമെന്റം പറയൂ. ഫൈനൽ മൊമെന്റം എങ്ങനെ കാണും? ഫൈനൽ മൊമെന്റം ഗണ്ണിന്റെ മൊമെന്റം എങ്ങനെ കാണും? ഗണ്ണിന്റെ മാസ് ഇൻറ്റു ഗണ്ണിന്റെ വെലോസിറ്റി. ഉണ്ടയുടെ മൊമെന്റം എങ്ങനെ കാണും? ഉണ്ടയുടെ മാസ് ഇൻറ്റു ഉണ്ടയുടെ വെലോസിറ്റി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഫൈനൽ മൊമെന്റം ആയി. ഇനി നമ്മളിപ്പോ പറഞ്ഞത് ഈ സിസ്റ്റം നമ്മുടെ ഇവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഒബേ ചെയ്യും. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിനനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിഷ്യൽ മൊമെന്റവും ഫൈനൽ മൊമെന്റവും സെയിം ആയിരിക്കണം. അപ്പോൾ എം വി പ്ലസ് എം വി ആണ് ഫൈനൽ മൊമെന്റം. ഇതിന്റെ വാല്യൂ ഇനിഷ്യലിന് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇതിനകത്ത് നിന്ന് എം വി ഈക്വൽ ടു എന്ത് വരും? മൈനസ് എം വി എന്ന് വരും. ഇതിനകത്ത് ക്യാപിറ്റൽ വി എടുത്താൽ മൈനസ് എം വി ബൈ ക്യാപിറ്റൽ എം എന്ന് കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് റീകോയിൽ വെലോസിറ്റിയുടെ ആൻസർ ആണ്. റീകോയിൽ വെലോസിറ്റിയുടെ ആൻസറിൽ എന്ത് സൈൻ ഉണ്ട്? ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. അതെന്താ കാണിക്കുന്നത്? ഗൺ എങ്ങോട്ട് വരുന്നു എന്നാണ്? ബാക്കിലോട്ട് വരുന്നു എന്നാണ്. അപ്പൊ ഞാൻ ഈ സിറ്റുവേഷൻ ഒന്നുകൂടെ പറയാം. നോക്കൂ, നമ്മുടെ ഇവിടെ ഗണ്ണും ബുള്ളറ്റും ആദ്യം മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ ഇനീഷ്യലി വാട്ട് ഈസ് എ മൊമെന്റം? സീറോ. അത് സംശയമില്ല. ഇനി ട്രിഗർ ചെയ്ത സമയത്ത് രണ്ടുപേരും മൂവ് ചെയ്തു. വാട്ട് ഈസ് എ ടോട്ടൽ മൊമെന്റം? ഗണ്ണിന്റെ മൊമെന്റവും ബുള്ളറ്റിന്റെ മൊമെന്റവും കൂടെ ആഡ് ചെയ്യുക. ഗണ്ണിന്റെ മൊമെന്റം കാണാൻ എം വി ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഇനി ബുള്ളറ്റിന്റെ മൊമെന്റം കാണാൻ എം വി സ്മോൾ ലെറ്റേഴ്സ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ മൊമെന്റം ആയി. ഇനി ഈ ദ സിറ്റുവേഷൻ ഒബേസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഈ സിറ്റുവേഷൻ എന്തിനു ഒബേ ചെയ്യുന്നു? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിന് ഒബേ ചെയ്യുന്നു. അപ്പൊ ട്രിഗർ ചെയ്യുന്നതിന് മുമ്പും ശേഷമുള്ള ടോട്ടൽ മൊമെന്റങ്ങൾ സെയിം ആണ്. അപ്പൊ ദിസ് ഈസ് എ ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ്, ദിസ് ഈസ് എ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ്. ഇത് രണ്ടും സെയിം ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ ഇതിനകത്ത് നിന്ന് ക്യാപിറ്റൽ വി കാണുക. വാട്ട് ഈസ് ആൻസർ ഓഫ് ക്യാപിറ്റൽ വി?
minus mv by m. The answer has a negative sign. It shows that the gun is moving backwards. അപ്പോൾ ഈ എന്താണ് ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് വെളിയിലേക്ക് വിടുന്ന ഈ സിറ്റുവേഷനിൽ രണ്ട് കാര്യങ്ങൾ ഒബേ ചെയ്യുന്നു. ഏതൊക്കെയാണ്? ന്യൂട്ടന്റെ തേർഡ് ലോയും പിന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റവും. മറന്നു പോരുത്. The situation obeys recoiling of gun is in accordance with the dash എന്ന് ചോദിച്ചാൽ തേർഡ് ലോയും ന്യൂട്ടൺസ് തേർഡ് ലോ ആൻഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ഓർത്ത് വെച്ചോണം. അപ്പൊ അവിടെ തേർഡ് ലോ എങ്ങനെയാണ്? ഗൺ എന്ത് ചെയ്യുന്നു? ബുള്ളറ്റിന് ഫ്രണ്ടിലോട്ട് തള്ളും. ബുള്ളറ്റ് എന്ത് ചെയ്യും? അതിന് ഈക്വൽ ഫോഴ്സ് ഗണ്ണിൽ ബാക്കിലോട്ട് കൊടുക്കും. അപ്പോൾ അത് അവിടെ ന്യൂട്ടന്റെ തേർഡ് ലോ ആയി. ഇനി ഇവിടെ ഈ ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിങ്ങും ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിങ്ങും എങ്ങനെയാണ്? ഈക്വൽ ആണ്. അപ്പോൾ സിറ്റുവേഷൻ ഒബേസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ആൾസോ. ഓർത്ത് വയ്ക്കുക. ഇത് നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, അടുത്തത് റോക്കറ്റ് പ്രൊപ്പൽഷൻ. റോക്കറ്റ് പ്രൊപ്പൽഷൻ നമ്മൾ പഠിച്ചാണ്. റോക്കറ്റ് പ്രൊപ്പൽഷന്റെ കേസിലും ഏത് ഒബേ ചെയ്യുന്നു? ന്യൂട്ടന്റെ തേർഡ് ലോ ഒബേ ചെയ്യുന്നു, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ഒബേ ചെയ്യുന്നു. ഓർത്ത് വയ്ക്കണം. നമ്മുടെ എന്താണ് സംഭവം? റോക്കറ്റിന്റെ കമ്പഷൻ ചേമ്പറിനകത്ത് ഫ്യൂൽസ് കത്തും, നിങ്ങൾക്കറിയാം. ഇനി റോക്കറ്റിനകത്തുള്ള ഒരു മെക്കാനിസം ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ഇതിനെ വെളിച്ചാടിക്കും. ആ ഫോഴ്സ് ആണ് ആക്ഷൻ. വെളിച്ചാടിയ ഗ്യാസ് ഈക്വൽ ഫോഴ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മുടെ റോക്കറ്റിൽ കൊടുക്കും. ആ ഫോഴ്സ് കാരണമാണ് ആ റോക്കറ്റ് മേലോട്ട് പോകുന്നത്. ശരിയല്ലേ? അപ്പൊ തേർഡ് ലോ ചെയ്യുന്നുണ്ടേ. ഒന്നും കൂടെ, ഇൻ ദ കമ്പസ്റ്റൻ ചേംബർ ഫ്യൂൽസ് ബേൺ, സോ മെനി ഗ്യാസസ് ആർ പ്രൊഡ്യൂസ്ഡ്, സം മെക്കാനിസം ഇൻസൈഡ് ദ റോക്കറ്റ് എന്താണ് pushes these gases out. So that force is called action. The gases will exert unequal force in the opposite direction to rocket. That force is called reaction. So the situation definitely obeys Newton's third law. ഇനി അടുത്ത ഒരു കാര്യം കൂടെ, ഇവിടെ എന്ത് ഒബേ ചെയ്യുന്നുണ്ട്? നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റവും ഒബേ ചെയ്യുന്നുണ്ട്. എന്താണ്? മൊമെന്റം ഓഫ് റോക്കറ്റ് ഇൻ ദ മൊമെന്റം ഓഫ് റോക്കറ്റ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ ആൻഡ് മൊമെന്റം ഓഫ് എന്താണ് ഗ്യാസസ് ഡൗൺവേർഡ് ഡയറക്ഷൻ വിൽ ബി ഈക്വൽ. അപ്പൊ എന്താണ്? നേരത്തെ രണ്ടുപേരും റെസ്റ്റിലായിരുന്നല്ലോ. അപ്പൊ രണ്ടുപേരും റെസ്റ്റിലാണ്. അപ്പൊ വാട്ട് ഈസ് ദ ടോട്ടൽ മൊമെന്റം? 0. ഇനി റോക്കറ്റ് മൂവ് ചെയ്യാണ്. അപ്പൊ റോക്കറ്റിന്റെ മൊമെന്റം എം വി ആണെന്നിരിക്കട്ടെ, ഗ്യാസിന്റെ മൊമെന്റം എം വി ആണെന്നിരിക്കട്ടെ. അപ്പൊ ടോട്ടൽ മൊമെന്റം ഇതാണ്. അപ്പൊ ഇത് രണ്ട് ഈക്വൽ അല്ലേ? അപ്പൊ എടുത്ത് അപ്പുറത്ത് വെച്ചാൽ നമുക്ക് എന്തെന്ന് എഴുതാം? എം വി ഈക്വൽ ടു മൈനസ് എം വി എന്ന് എഴുതിക്കൂടെ? അതാണ് ഞാൻ പറഞ്ഞത്. മൊമെന്റം ഓഫ് റോക്കറ്റ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ ഈക്വൽ ടു മൊമെന്റം ഓഫ് ഗ്യാസസ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പൊ ഇതും നമ്മുടെ ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. അപ്പൊ റോക്കറ്റ് പ്രൊപ്പൽഷനിൽ ഏത് ഒബേ ചെയ്യുന്നു? ന്യൂട്ടന്റെ തേർഡ് ലോയും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ഒബേ ചെയ്യുന്നു. എങ്ങനെയെന്ന് ഒന്നുകൂടെ പറയാം. റോക്കറ്റിനകത്തുള്ള ഗ്യാസസിനെ റോക്കറ്റിനകത്തുള്ള മെക്കാനിസം പുഷ് ചെയ്ത് താഴോട്ട് കളയും. ഫോഴ്സ് ഈസ് ആക്ഷൻ. വെളിയിൽ വന്ന ഗ്യാസ് തിരിച്ച് റോക്കറ്റിൽ ഫോഴ്സ് കൊടുക്കും. അതാണ് റിയാക്ഷൻ. അപ്പൊ ആക്ഷനും റിയാക്ഷനും വന്നു. അപ്പൊ തേർഡ് ലോ ആയി. ഇനി അടുത്തെന്താണ്? സിസ്റ്റം ആദ്യം മിണ്ടാതിരിക്കുകയായിരുന്നു. സോ വാട്ട് ഈസ് ദ ടോട്ടൽ മൊമെന്റം? 0. ഇനി പിന്നീട് മൂവ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് മൊമെന്റം ഓഫ് റോക്കറ്റ്, മൊമെന്റം ഓഫ് ഗ്യാസ്, ടോട്ടൽ മൊമെന്റം കാണാൻ രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഇതിനകത്ത് നിന്ന് ഇത് കാണുമ്പോൾ ഇത് ഇവിടെ പുറത്ത് വരും. ഇതെന്താണ്? മൊമെന്റം ഓഫ് റോക്കറ്റ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. ഇതെന്താണ്? മൊമെന്റം ഓഫ് ഗ്യാസസ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പൊ ഡൗൺവേർഡ് ആണെന്നുള്ളതിന് കാണിക്കുന്നതാണ് നെഗറ്റീവ് സൈൻ. അപ്പൊ ഇത് രണ്ട് ഈക്വൽ എന്നാണ്. സോ ദ സിറ്റുവേഷൻ ഒബേസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഇനി what is the velocity attained by a rocket? Velocity attained by the rocket. കാണുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. വെലോസിറ്റി അറ്റൈൻഡ് ഈസ് ഈക്വൽ ടു യു എന്താണ്? യു ലോഗ് m0 ബൈ എം ടു ദ ബേസ് ഇ എന്നാണ്. എന്താണ് ഇക്വേഷൻ? യു ലോഗ് m0 ബൈ എം ടു ദ ബേസ് ഇ. അപ്പൊ ഇതിനകത്ത് യു എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റ് സ്പീഡ് ഓഫ് ഗ്യാസസ്. മൂട്ടിക്കൂടെ ഗ്യാസസ് പോകൂലേ? ആ ഗ്യാസിന്റെ സ്പീഡാണ് ഇവിടുത്തെ യു. m0 എന്ന് പറയുന്നത് ഇനീഷ്യൽ മാസാണ്. അതായത് റോക്കറ്റും ഫ്യൂവലും കൂടെ ചേരുമ്പോൾ ഉള്ള മാസാണ് m0. ഇനി m എന്ന് പറയുന്നത് മാസ് ആഫ്റ്റർ എ ടൈം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള റോക്കറ്റിനെ നമ്മൾ എടുത്താൽ കുറെ ഫ്യൂല് കത്തി തീർന്ന് കാണും. അപ്പോഴുള്ള മാസാണ് എം. ഇനി ഇ എന്താണ്? ബേസ് ഇ നമുക്ക് അറിഞ്ഞൂടെ? 2.718 അതാണ് ഇ എന്ന് പറയുന്നത്. ഇനി അടുത്തത് റോക്കറ്റിൽ നോർമലി നമ്മളൊരു പുഷിംഗ് മെക്കാനിസം കൂടെ കൊടുക്കും. അപ്പോൾ റോക്കറ്റ് വിടുന്ന സമയത്ത് മേലോട്ടൊരു പുഷിംഗ് മെക്കാനിസം കൂടെ കൊടുക്കുകയാണെങ്കിൽ ആ വെലോസിറ്റിയെ ഞാൻ v0 എന്ന് വിളിക്കുകയാണെങ്കിൽ ഇതാണ് ഒറിജിനൽ ഇക്വേഷൻ. ഒറിജിനൽ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ v0 പ്ലസ്
യു ലോഗ് m0/m ടു ദ ബേസ് c എന്നുള്ളതാണ് ഒറിജിനൽ ഇക്വേഷൻ. ഇതിൽ ഈ സാധനം ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ പുഷിംഗ് ഫോഴ്സ് ഉണ്ടെങ്കിൽ അപ്പൊ മേലോട്ട് ഒരു വെലോസിറ്റി ഇവിടെ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കും, അതാണ് v0. ഓക്കെ, അപ്പൊ ഒറിജിനൽ ഇക്വേഷൻ ഇതാണ്. അപ്പൊ നമ്മൾ ചോയ്സിനകത്ത് ഇതും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് എഴുതണം? ഒറിജിനൽ ഇക്വേഷൻ തന്നെ എഴുതണം. ഓക്കെ, അപ്പൊ പുഷിംഗ് മേലോട്ടുള്ള പുഷ് കൊടുത്തില്ല എങ്കിൽ നമ്മൾ ഇത് ഒഴിവാക്കുക, പുഷ് കൊടുത്താൽ ഇത്. ഓക്കെ, അപ്പൊ ഒറിജിനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. നോർമലി നമ്മളൊരു പുഷ് കൊടുക്കാറുണ്ട്. സോ ലിസൺ, വാട്ട് ഈസ് എ വെലോസിറ്റി അറ്റൈൻഡ് ബൈ ദ റോക്കറ്റ്? വെലോസിറ്റി അറ്റൈൻഡ് ബൈ ദ റോക്കറ്റ് ഈസ് ഈക്വൽ ടു പറയൂ v0 പ്ലസ് യു ലോഗ് m0/m ടു ദ ബേസ് c. v0 എന്ന് പറഞ്ഞാൽ അപ്വേർഡ് വെലോസിറ്റി ഗിവൺ, u is a exhaust speed of gases, m0 is the initial mass of rocket, m എന്ന് പറഞ്ഞാൽ mass of rocket after a time. ഓക്കെ, അടുത്തേക്ക് പോവാം. ഇനി അടുത്തൊരു സംഭവം, ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. എന്താണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ? ഇമ്പൾസ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം. അതിനെ പറയുന്ന പേരാണ്, ഫോഴ്സ് ഇൻറ്റു ടൈമിനെ പറയുന്ന പേരാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇമ്പൾസ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം. ഇമ്പൾസ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം. എന്താണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നോക്ക്, എന്താണ് ഒരുത്തൻ എന്തോ മോശപ്പെട്ട ഡയലോഗ് ഒരാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, മൂക്കാമണ്ടയ്ക്ക് ഒറ്റ ഇടി ഇടിച്ചു കൊടുത്തു മറ്റേ ആള്. അപ്പൊ അവന്റെ മൂക്കിൽ കിട്ടിയത് കിടിലം ഫോഴ്സ് അല്ലേ? കിടിലം ഫോഴ്സ് ആണ്. പക്ഷേ ആ മറ്റേ ആളിന്റെ കൈയും അവന്റെ മൂക്കും തമ്മിൽ കോണ്ടാക്റ്റിൽ വന്നത് ഒരു കുറച്ച് ടൈമല്ലേ ഉള്ളൂ. അപ്പൊ ഇത്രയും കിടിലം ഫോഴ്സ് എന്താണ് ഒരു കുഞ്ഞു ടൈമിൽ ആ മൂക്കിൽ കിട്ടിയെങ്കിൽ അവിടെ മൂക്കിൽ കിട്ടിയത് എന്ത് ഫോഴ്സ് ആണ്? ഇമ്പൾസീവ് ഫോഴ്സ് ആണ്. അപ്പൊ അവിടുത്തെ ഇമ്പൾസ് കാണാൻ അയാൾ കൊടുത്ത ആ കിടിലം ഫോഴ്സിനെ ഈ കുഞ്ഞു ടൈം കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക. അപ്പൊ കിട്ടുന്ന ആൻസറിനെ പറയുന്ന പേരാണ് ഇമ്പൾസ്. അപ്പോൾ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം. അപ്പൊ ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് ഈക്വൽ ആയിരിക്കും. ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് ഈക്വൽ ആണ്. ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് ഈക്വൽ ആയിരിക്കും. ഈ ലോയെ വിളിക്കുന്ന പേരാണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. പറയൂ, ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് ഈക്വൽ ആയിരിക്കും. ഈ ലോയെ വിളിക്കുന്ന പേരാണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. ഇനി അടുത്ത ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയൂ. എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നല്ലേ? അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു എം അതുപോലെ എഴുതി. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ dv/dt അല്ലേടെ അല്ലേ? അപ്പൊ ഇവിടെ ക്രോസ് ചെയ്ത് നോക്ക് നിങ്ങൾ. എഫ് ഡി ടി ഈക്വൽ ടു പറയൂ എം ഡി വി എന്നല്ലേ കിട്ടിയിരിക്കുന്നത്. ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് അല്ലേ? മാസ് ഇൻറ്റു ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലേ? അപ്പൊ ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് മൊമെന്റം. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് മൊമെന്റം. ഇതിനെ പറയുന്ന പേരാണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. ഞാൻ ഒന്നുകൂടെ പറയാം, നോക്കൂ. എന്താണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ സ്ട്രോങ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം. നമ്മളിപ്പോൾ ഫുട്ബോൾ കിക്ക് ചെയ്യുന്നു, അവിടെ ഫുട്ബോളിൽ കൊടുക്കുന്ന ഒരു വലിയ ഫോഴ്സ് ആണ്. പക്ഷേ നിങ്ങളുടെ കാലും ഫുട്ബോളും തമ്മിൽ കോൺടാക്ട് വരുന്നത് കുഞ്ഞു ടൈമാണ്. അപ്പൊ അങ്ങനെയുള്ള തടിയൻ ഫോഴ്സുകൾ ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം ഈസ് നോൺ ബൈ ദ നെയിം ഇമ്പൾസീവ് ഫോഴ്സ്. ഇനി അടുത്ത ഒരു വകയും പഠിക്കുന്നില്ല. നോക്ക്, എൻട്രൻസിനെന്നും പറഞ്ഞ് നോക്ക് മൊബൈലിന്റെ ഫ്രണ്ടിൽ കുത്തിയിരിക്കുന്നു, ചുമ്മാ അവിടെ നിന്ന് ഗെയിം കളിക്കുന്നു. അവസാനം അച്ഛൻ എന്ത് ചെയ്യുന്നു? മൂട് കുത്തി തറയിലിടിക്കുന്നു. അപ്പൊ എന്താണ്? മൂട്ടിൽ കിട്ടിയത് കിടിലം ഫോഴ്സ് ആണ്. പക്ഷെ മൂടും തറയും തമ്മിൽ കോൺടാക്റ്റിൽ വന്നത് കുഞ്ഞു ടൈമിലാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ കിട്ടിയത് ഇമ്പൾസീവ് ഫോഴ്സ് ആണ്. ഇനി ഇമ്പൾസ് കാണാൻ എന്ത് ചെയ്യും? ആ ഫോഴ്സിനെ ടൈം കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക. അപ്പോൾ ഇമ്പൾസ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം. ഇനി എന്താണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ? വേർഡിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. ഇമ്പൾസ് ഈക്വൽ ടു ആണ് വാട്ട്? ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്. ഇമ്പൾസ് ഈക്വൽ ടു ആണ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്. ഇതിനെ പറയുന്ന പേര് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. അപ്പൊ ഇനി നമ്മൾ പറഞ്ഞത് എഫ് ഈസ് ഈക്വൽ ടു എം എ. എഫ് ഈസ് ഈക്വൽ ടു എം അതുപോലെ എഴുതി. എന്താണ് എ എന്ന് പറഞ്ഞാൽ? dv/dt. ഇത് ക്രോസ് ചെയ്താൽ എഫ് ഡി ടി ഈസ് ഈക്വൽ ടു എം ഡി വി എന്ന് വരും. ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ഇമ്പൾസ്. ഇനി മാസ് ഇൻറ്റു ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് മൊമെന്റം. അപ്പൊ ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് മൊമെന്റം. ഇതിനെ പറയുന്ന പേരാണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. ഓക്കെ, അടുത്തേക്ക് പോവാം. അടുത്തത് ഫ്രിക്ഷണൽ ഫോഴ്സ്. നോക്കൂ, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് നോക്കിക്കോളൂ. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഇത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സർഫസ് ആണ്. ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സർഫസിൽ ഒരു ബോഡി എവിടെ എടുത്ത് വെച്ചു. ഓക്കെ, ഒരു ബോഡി എടുത്ത് വെച്ചു. അപ്പോൾ ഇവിടെ ഈ ബോഡിക്കും ഈ ഹൊറിസോണ്ടൽ ഫ്ലോറിനും ഇടയ്ക്ക് ഒരു ഫ്രിക്ഷൻ കാണും അല്ലേ? ഇവിടെ ഈ ബോഡി എവിടെ വെച്ചാൽ ഈ ബോഡിയുടെ വെയിറ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യൂടെ? പറ. mg താഴോട്ടല്ലേ ആക്ട് ചെയ്യുക? ആണ്. ഇനി ഇവിടെ നിന്ന്
മേലോട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവും. ഇതിനെ നോർമൽ ഫോഴ്സ് എന്നാണ് പറയുക, റിയാക്ഷൻ ഫോഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നോർമൽ ഫോഴ്സ് ഈ സർഫസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇവിടെ നിങ്ങളുടെ ഈ ബോഡി മേലോട്ട് കുതിച്ച് ചാടുകയില്ല, തറയിലോട്ട് കുഴിഞ്ഞു പോവുകയില്ല അല്ലേ? അതിൻ്റെ അർത്ഥം മേലോട്ടും താഴോട്ടുള്ള ഫോഴ്സുകൾ ഈക്വൽ എന്നല്ലേ? അപ്പൊ ഇവിടുത്തെ സിറ്റുവേഷനിൽ ഏതല്ല ഈക്വൽ ആണ്? N ഈക്വൽ ടു mg ആണ്. ഏത് ഈക്വൽ ടു mg ആണ്? N ഈക്വൽ ടു mg ആണ്. ഓർത്ത് വയ്ക്കുക. See, you consider a body here on a horizontal surface. What is the weight of the body? mg downwards. Then the normal force is upwards. Normal force makes an angle 90 degree with the surface. Then here the body is not moving up nor down. See, upward and downward forces balance each other. So N equal to mg. N എന്തിന് ഈക്വൽ ആണ്? mg ക്ക് ഈക്വൽ ആണ്. അപ്പൊ ഇത് ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഇനി ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? പറയൂ. വാട്ട് ഈസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ്? നമ്മൾ പഠിച്ചാണ്. അജേഷ് പറയൂ, ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? പറയൂ. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആയിരിക്കും നോർമൽ ഫോഴ്സിന്. അതായത് ഇവിടെ കൂടുതൽ നോർമൽ ഫോഴ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സും കൂടുതലായിരിക്കും. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് മ്യൂ ഇൻറ്റു എൻ എന്നാണ്. എന്താണ് മ്യൂവിന്റെ പേര്? മ്യൂ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. What is mu? Mu എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. സോ ലിസൺ ഹിയർ. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? നോർമൽ ഫോഴ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ ഫോഴ്സ്. വാട്ട് ഈസ് എ കോൺസ്റ്റന്റ് ഹിയർ? മ്യൂ. മ്യൂവിന്റെ പേരെന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയൂ. ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മ്യൂ എൻ. ഓക്കെ, ഇനി ഇതിനകത്ത് നിന്ന് മ്യൂ എങ്ങനെ കണ്ടുപിടിക്കും? മ്യൂ ഈസ് ഈക്വൽ ടു എഫ് ബൈ എൻ. അപ്പൊ മ്യൂവിന്റെ യൂണിറ്റ് എന്തെന്ന് പറയൂ? മ്യൂവിന്റെ യൂണിറ്റ് പറ. മ്യൂവിന് ഫോഴ്സിൻ്റെത് ന്യൂട്ടൺ, നോർമൽ ഫോഴ്സിൻ്റെത് ന്യൂട്ടൺ. അപ്പൊ വെട്ടിപ്പോയി. സോ മ്യൂ ഹാസ് നോ യൂണിറ്റ്. മ്യൂവിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. അപ്പൊ മറക്കരുത്. വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് മ്യൂ? നോ യൂണിറ്റ്. അടുത്തേക്ക് പോവാം. അടുത്ത ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു ബോക്സ് ഒരു മൂവിങ് ട്രെയിനിന്റെ ബോഡിയിൽ, അതിന്റെ പ്ലാറ്റ്ഫോമിൽ റെസ്റ്റിലാണ്. അപ്പൊ ഇതൊരു ബോക്സ് ആണ്. അപ്പോൾ ഇതിവിടെ റെസ്റ്റിലാണ്. ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നു, അത് അവിടെ ബോക്സ് അവിടെ തറയിൽ തന്നെ കിടക്കുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ട്രെയിൻ മൂവ് ചെയ്യുന്നു. അപ്പോൾ ട്രെയിനിന് ആക്സലേഷൻ ഉണ്ടല്ലോ. ഇനി അപ്പോൾ ഈ ബോക്സിന്റെ ആക്സലേഷൻ എന്തായിരിക്കും? ട്രെയിനിന്റെ കൂടെ നീങ്ങുകയാണ്. അപ്പോൾ ബോക്സിന്റെ ആക്സലേഷൻ എന്തായിരിക്കും? ട്രെയിനിന്റെ അതേ ആക്സലേഷൻ ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ആക്സലേഷൻ വേണമെങ്കിൽ ഒരു ഫോഴ്സ് വേണം അല്ലേ? ആരായിരിക്കും അവന് ഫോഴ്സ് കൊടുക്കുന്നത്? ഇവിടെ ഫോഴ്സ് കൊടുക്കുന്നത് ഈ ബോക്സും പ്ലാറ്റ്ഫോമും തമ്മിലുള്ള ഫ്രിക്ഷൻ ആയിരിക്കും കൊടുക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. നിങ്ങളൊരു മൂവിങ് ട്രെയിൻ കൺസിഡർ ചെയ്യുക. ആ മൂവിങ് ട്രെയിനിന്റെ പ്ലാറ്റ്ഫോമിൽ ഒരു ബോക്സ് കിടക്കുന്നു. അപ്പോൾ ബോക്സ് അവിടെ അനങ്ങാതെ കിടക്കുകയാണ്. അതായത് ട്രെയിൻ ഓടുന്നതിന്റെ കൂടെ ആരും കൂടെ പോകുന്നു എന്നർത്ഥം. ബോക്സ് കൂടെ പോകുന്നു. അപ്പോൾ ബോക്സിന് ഇപ്പം ആക്സലേഷൻ ഇല്ലേ? ഉണ്ട്. അപ്പോൾ ഈ ബോക്സിന് ആക്സലേഷൻ കൊടുക്കുന്നത് ആരോ ആയിരിക്കും. ഏതെങ്കിലും ഒരു ഫോഴ്സ് ആയിരിക്കും ആക്സലേഷൻ കൊടുക്കുന്നത്. ഏത് ഫോഴ്സ് ആയിരിക്കും ആക്സലേഷൻ കൊടുക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ഏത് ഫോഴ്സ് ആണ്? ഈ ബോക്സും തറയും തമ്മിലുള്ള, പ്ലാറ്റ്ഫോമും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ബോക്സിന് ആവശ്യമായ ആക്സലേഷൻ കൊടുക്കുന്നത്. അത് കിട്ടിയില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഈ ബോക്സ് നിരങ്ങും, തറയിൽ കൂടെ നിരങ്ങും. എങ്ങോട്ട് നീങ്ങും? ബാക്ക്വേർഡ്സ് നിരങ്ങും. എങ്ങോട്ട് നിരങ്ങും? ബാക്ക്വേർഡ്സ്. ഓർത്ത് വയ്ക്കണം. യു കൺസിഡർ എ ബോക്സ് ലൈങ് അറ്റ് റെസ്റ്റ്, lying on the platform of a moving train. Okay, then what provides acceleration to the box? What provides acceleration to the box? The frictional force between box and platform provides acceleration. Then if it is not getting sufficient acceleration, what will happen? If the frictional force is not sufficient to provide acceleration, the box will move backwards. Okay. ഇനി അടുത്തൊരു കിടില സാധനമാണ്. ഇത് നമുക്ക് അറിയാമെന്നുള്ളതാണ്. ഞാനൊന്ന് കാണിച്ചു തരാം. നോക്കൂ, ഇതൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. നോക്കൂ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എത്രയാണ്? തീറ്റയാണ്. ഇതിൽ ഒരു ബോക്സ് വെച്ചിരിക്കുകയാണ്. കണ്ടോ? ഇതുപോലെ ഒരു ബോക്സ് ഇരിക്കുന്നു. ബോക്സ് ഇവിടെ ഇരുന്നാൽ ബോക്സിന്റെ വെയിറ്റ് എപ്പോഴും താഴോട്ടല്ലേ ആക്ട് ചെയ്യൂ. ബോക്സിന്റെ വെയിറ്റ് എത്ര? mg ആണ്. അപ്പൊ ബോക്സിന്റെ വെയിറ്റ് mg ആണ്. ഈ ബോക്സ് ഇവിടെ അനങ്ങാതിരിക്കുകയാണ്. ഇപ്പൊ ബോക്സ് അനങ്ങുന്നില്ല. ശകലം കൂടെ ഇൻക്ലിനേഷൻ കൂട്ടിയാൽ ഇത് നിരങ്ങി താഴെ പോകും. ഇപ്പൊ അതവിടെ അനങ്ങാതെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഇങ്ങോട്ട് നിരങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഡയറക്ഷനിൽ ഫ്രിക്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഡയറക്ഷനിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ട്. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ നോർമൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഇതാണ് നോർമൽ ഫോഴ്സ്. നോർമൽ ഫോഴ്സ് എപ്പോഴും സർഫസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90. ഞാൻ ഇപ്പം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്കിവിടെ
ഓരോന്നിനായിട്ട് റിസോൾവ് ചെയ്യാം. നമ്മുടെ എം ജിയെ റിസോൾവ് ചെയ്യട്ടെ. എം ജി ഒരു ഫോഴ്സ് അല്ലേടെ, അതിനെ റിസോൾവ് ചെയ്താൽ എത്ര കമ്പോണന്റ് കിട്ടും? 2 കമ്പോണന്റ് കിട്ടും. ഒരു കമ്പോണന്റ് ഇങ്ങനെയും കിട്ടും, ഒരു കമ്പോണന്റ് ഇങ്ങനെയും കിട്ടും. അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. എം ജി ആണ് റിസോൾവ് ചെയ്യുന്നത്. അപ്പോൾ എം ജി റിസോൾവ് ചെയ്താൽ ഒരു കമ്പോണന്റ് അപ്പുറം ഇപ്പുറമല്ലേ കിട്ടൂ. അപ്പോൾ 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണന്റ് കിട്ടും. നിങ്ങൾ നോക്കൂ, ഈ ആംഗിൾ തീറ്റയാണ്, ഈ ആംഗിൾ അപ്പം 90 ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ 90 മൈനസ് തീറ്റ ആയിരിക്കും. സംശയമുണ്ടോ? ഈ ആംഗിൾ 90 മൈനസ് തീറ്റ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും പറയൂ? ഇത് ഫുള്ള് 90 ഇത് 90 മൈനസ് തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എത്ര? തീറ്റ. നിങ്ങൾ നോക്കൂ, എം ജിയെ റിസോൾവ് ചെയ്യാൻ പോവാണ്. എം ജിയെ റിസോൾവ് ചെയ്താൽ എത്ര കമ്പോണൻസ് കിട്ടും? 2 കമ്പോണന്റ്. ഏതൊക്കെയാ? എം ജി കോസ് തീറ്റയും എം ജി സൈൻ തീറ്റയും. അഡ്ജസന്റ് കമ്പോണന്റ് എപ്പോഴും എന്തായിരിക്കും? കോസ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ ഇതെന്തായിരിക്കും? എം ജി കോസ് തീറ്റ ആയിരിക്കും. അപ്പൊ ഇതെന്തായിരിക്കും? എം ജി സൈൻ തീറ്റ ആയിരിക്കും. അപ്പൊ ഇത്രയും സംഭവങ്ങൾ ആദ്യം അറിയണം. അപ്പൊ ഞാനൊന്നും കൂടെ വരയ്ക്കാം. നോക്കൂ, ഇവിടെ ഒരു ഇൻക്ലൈൻഡ് സർഫസ് ഉണ്ട്. നോക്കൂ, വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ? തീറ്റയാണ്. ഇവിടെ ഒരു ബോക്സ് വെച്ചിരിക്കുകയാണ്. ശ്രദ്ധിക്കൂ, ബോക്സ് ഇരിക്കുന്നു. ബോക്സിന്റെ വെയിറ്റ് അങ്ങോട്ട് ആക്ട് ചെയ്യും, താഴോട്ട് ആക്ട് ചെയ്യും. വാട്ട് ഈസ് എ വെയിറ്റ്? എം ജി. ഇനി ഇവിടെ നോർമൽ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യും? ഇങ്ങനെ ആക്ട് ചെയ്യും. ഇതാണ് നോർമൽ ഫോഴ്സ്. നോർമൽ ഫോഴ്സ് സർഫസോട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ആയിരിക്കും. ഇനി ഈ ബോക്സ് നിരങ്ങി താഴോട്ട് വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഇങ്ങനെ ഈ ഡയറക്ഷനിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവണം. സംശയമില്ല. ഇനി എം ജിയെ റിസോൾവ് ചെയ്യാൻ പോവാണ് ഞാൻ. 2 കമ്പോണന്റ് കിട്ടും. ഒരു കമ്പോണന്റ് ഇങ്ങനെയും കിട്ടും, ഒരു കമ്പോണന്റ് ഈ ഡയറക്ഷനിലും കിട്ടും. നോക്കൂ, ഒരു കമ്പോണന്റ് ഇങ്ങനെയും കിട്ടും. ഓക്കെ, 2 കമ്പോണന്റ് കിട്ടും. ഇതാണ് എം ജി. അപ്പുറം 2 കമ്പോണന്റ് കിട്ടി. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻസ് ആണ്. സംശയമൊന്നുമില്ല. ഇനി ഇത് തീറ്റ ആണെങ്കിൽ ഇത് 90. ഓക്കെ, ഇത് അപ്പൊ എത്ര വരും? 90 മൈനസ് തീറ്റ. ഇത് 90 മൈനസ് തീറ്റ. ഈ ഫുൾ ആംഗിൾ 90 ആണ് ഇത്. അപ്പൊ ഇത് ഫുള്ള് 90 ആണ്. ഇത് 90 മൈനസ് തീറ്റ ആണെങ്കിൽ അപ്പൊ ഇത് എത്ര ആയിരിക്കും? തീറ്റ ആയിരിക്കും. അപ്പൊ എം ജി റിസോൾവ് ചെയ്താൽ എന്തൊക്കെ കിട്ടും? എം ജി കോസ് തീറ്റയും കിട്ടും, എം ജി സൈൻ തീറ്റയും കിട്ടും. അഡ്ജസന്റ് എപ്പോഴും കോസ് ആയിരിക്കും. അപ്പൊ ഇവനല്ലേ എം ജി. എം ജി റിസോൾവ് ചെയ്താൽ അഡ്ജസന്റ് ഇവനാണ്. അപ്പൊ ഇതാണ് എം ജി കോസ് തീറ്റ. അപ്പൊ ഇതെന്താണ്? എം ജി സൈൻ തീറ്റ. 2 കമ്പോണന്റ് കിട്ടി. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഇവിടെ നോക്കൂ, ഈ ബോക്സ് ഈ ഡയറക്ഷനിൽ പൊങ്ങിച്ചാടൂല, താഴോട്ട് കുഴിഞ്ഞും പോവില്ല. അപ്പൊ ഈ 2 ഫോഴ്സുകളും ഈക്വൽ ആണ്. അപ്പൊ ഏതൊക്കെയാണ്? അപ്പൊ എം ജി കോസ് തീറ്റ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ് പറയൂ? എന്നിന് ഈക്വൽ ആണ്. ബാലൻസ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ ഇവിടെ ഈ ബോക്സ് താഴോട്ട് നിരങ്ങുന്നുമില്ല, മേലോട്ട് തള്ളി കയറുന്നുമില്ല. അപ്പൊ ഈ 2 ഫോഴ്സുകളും ബാലൻസ് ചെയ്യുന്നു. അപ്പൊ ഏതൊക്കെ? എം ജി സൈൻ തീറ്റ എന്ന് പറയുന്നത് ഈക്വൽ ടു ആയിരിക്കും ഫ്രിക്ഷന്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. യുവർ ബോക്സ് ഈസ് നെയ്തർ ജമ്പിങ് അപ്പ് നോർ ഡൗൺ, സോ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് ഫോഴ്സസ് ബാലൻസ് ഈച്ച് അതർ. Then along the inclined plane it is not sliding up neither down, so upward and downward forces balance each other. Okay, എത്ര ഇക്വേഷൻ കിട്ടി? 2 ഇക്വേഷൻ കിട്ടിയോ? ഈ 2 ഇക്വേഷൻസിന് നമ്പർ കൊടുക്കാം. 1, ഇത് 2. ഇനി ഇക്വേഷൻ തമ്മിൽ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക. ഇക്വേഷൻ 1 ബൈ ഇക്വേഷൻ 2. അപ്പൊ ഇതേ ബൈ ഇത് എം ജി ക്യാൻസൽ ആയി പോയി. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്? ടാൻ തീറ്റ ഈക്വൽ ടു എഫ് ബൈ എൻ എന്ന് കിട്ടി. കണ്ടോ? അപ്പൊ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു, ഈ എഫ് ബൈ എൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എഫ് ബൈ എന്നിലെ നമ്മുടെ മ്യൂ. അപ്പൊ നമുക്കിവിടെ ഒരു കിടില റിസൾട്ട് കിട്ടി. ടാൻ തീറ്റ ഈക്വൽ ടു മ്യൂ ആയിരിക്കും. അപ്പൊ ഓർത്ത് വയ്ക്കണം, ഒരു ഇൻക്ലൈൻഡ് സർഫസിൽ ഇതുപോലെ ഒരു ബോഡി കയറ്റി വെച്ചിരിക്കുന്നു എന്നൊരു പ്രോബ്ലം വരുന്നു. ഈ ബോഡി ഇവിടെ അനങ്ങാതിരുന്നാൽ ടാൻ തീറ്റയുടെ ആൻസർ എന്തിന് ഈക്വൽ ആയിരിക്കും എന്ന് വെച്ചാൽ ടാൻ തീറ്റ വിൽ ബി ഈക്വൽ ടു മ്യൂ. അപ്പൊ ഓർത്ത് വയ്ക്കണം, ഇത് പണ്ട് നമ്മൾ പഠിച്ചല്ലേ. അപ്പൊ ടാൻ തീറ്റ ഈക്വൽ ടു വാട്ട്? മ്യൂ. ഒന്നുകൂടെ പറയണോ? അടുത്തലേക്ക് പോവാം. അടുത്തത് ലിഫ്റ്റിനകത്തുള്ള സഞ്ചാരം. നമ്മൾ പഠിച്ചതല്ലേ ലിഫ്റ്റിൻ്റെ അകത്തുള്ള കാര്യങ്ങളെല്ലാം. അപ്പൊ അതിനകത്ത് പല കേസുകൾ നിങ്ങൾ പഠിച്ചു അല്ലേ. ആദ്യത്തെ കേസ് എന്താണ്? ലിഫ്റ്റ് അറ്റ് റെസ്റ്റ് ഓർ മൂവിങ് അപ്പ് ഓർ ഡൗൺ വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. ഇതായിരുന്നു ഫസ്റ്റ് കേസ് അല്ലേ. ഫസ്റ്റ് കേസ് ഇതായിരുന്നു. ലിഫ്റ്റ് റെസ്റ്റിലാണ്, അല്ലെങ്കിൽ മൂവിങ് അപ്പ് ഓർ ഡൗൺ വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. ഇതായിരുന്നു ഫസ്റ്റ് കേസ്. അടുത്ത രണ്ടാമത്തെ കേസ് ഏതായിരുന്നു? ലിഫ്റ്റ് മൂവിങ് അപ്പ് വിത്ത് ആക്സലറേഷൻ. ഇതല്ലായിരുന്നു രണ്ടാമത്തെ കേസ്. ഇനി മൂന്നാമത്തെ കേസ് എന്തായിരുന്നു? ലിഫ്റ്റ് മൂവിങ് ഡൗൺ. ലിഫ്റ്റ് മൂവിങ് ഡൗൺ വിത്ത് ആക്സലറേഷൻ. ഓക്കെ, ഇതല്ലേ നമ്മൾ പഠിച്ചേ. ഇനി അടുത്ത കേസ് എന്തായിരുന്നു? നാലാമതൊരു കേസ് കൂടെ പഠിച്ചല്ലോ, റോപ്പ് ബ്രേക്സ്.
അപ്പോൾ ഇത്രയാണ് നമ്മൾ അതിനകത്ത് പഠിച്ചത്. ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം. നോക്കൂ, നമ്മുടെ ഒരാൾ ലിഫ്റ്റിൻ്റെ അകത്ത് കയറി നിൽക്കുകയാണ്. ഇപ്പോൾ ലിഫ്റ്റ് ഇതായിരിക്കുന്നു, കണ്ടോ? അപ്പോൾ ഇതിനകത്ത് ഒരാൾ കയറി നിൽക്കുന്നു, ഇതാ നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാ ആൾ നിൽക്കുന്നു. ഓക്കെ, ആളാണ്. ആളിൻ്റെ വെയിറ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? താഴോട്ട്. വെയിറ്റ് എത്ര? mg. ഓക്കെ, ഇനി ഈ തറയിൽ നിന്ന് മേലോട്ട് ഒരു നോർമൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്തെന്താണ്? നമ്മുടെ ഇവിടെ ഇപ്പം നമ്മളൊക്കെ ഞാനിപ്പോൾ ഇവിടെ വെറുതെ നിൽക്കുന്നു, ഞാൻ തറയിൽ എന്ത് കൊടുക്കുന്നുണ്ട്? എൻ്റെ വെയിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വെയിറ്റ് mg ആണ്. mgക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു നോർമൽ ഫോഴ്സ് മേലോട്ട് എനിക്ക് കിട്ടും. അതെനിക്കറിയാം, എനിക്ക് ഫീൽ ചെയ്യും. എപ്പോഴാണ് ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പനിയൊക്കെ പിടിച്ചിട്ട് എഴുന്നേറ്റ് നടക്കുമ്പോൾ നമുക്കത് നന്നായിട്ട് മനസ്സിലാവും. പനി പിടിച്ച് കുറേ ദിവസം കഴിയുമ്പോൾ, നമ്മൾ അത്രയും ദിവസം നടക്കുകയായിരുന്നു. അപ്പം നടക്കുന്ന സമയത്ത് നമ്മൾ തറയിൽ നമ്മുടെ വെയിറ്റ് ആയ mg കൊടുത്തുകൊണ്ട് പോയായിരുന്നു. അപ്പോൾ അതിന് ഈക്വൽ ആയിട്ടുള്ള നോർമൽ ഫോഴ്സ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും ദിവസം. അങ്ങനെ ഒരാഴ്ച പനി അടിച്ച് കിടന്നു. പനി അടിച്ച് കിടന്നിട്ട് എഴുന്നേറ്റ് നടക്കുമ്പോൾ നമുക്ക് ഒരുമാതിരി സുഖമില്ലായ്മ ഫീൽ ചെയ്യും, അല്ലേ? ഒരു വിരുവിരാലിറ്റി, ഒരു എന്തറാലിറ്റി ഫീൽ ചെയ്യുന്നു. വായി എന്താണ് കാരണം? നമ്മൾ തറയിലോട്ട് നമ്മുടെ വെയിറ്റ് കുറഞ്ഞു. ഒരാഴ്ച പനി അടിച്ച് പണ്ടാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ വെയിറ്റ് കുറഞ്ഞു. അപ്പോൾ താഴോട്ടുള്ള നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കുറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ചുള്ള അതിന് ഈക്വൽ ആയിട്ടുള്ള നോർമൽ ഫോഴ്സ് അല്ലേ മേലോട്ട് കിട്ടൂ. അപ്പം മേലോട്ടുള്ള നോർമൽ ഫോഴ്സ് നമ്മൾ സെൻസ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു വിരുവിരാലിറ്റി ഫീൽ ചെയ്തത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, നമ്മളെല്ലാം നമ്മുടെ എന്ത് ഫീൽ ചെയ്യുന്നുണ്ട്? നമ്മുടെ നോർമൽ ഫോഴ്സ് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് നമുക്ക് പനി അടിച്ചിട്ട് നമ്മൾ നടക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തോ പോലെ തോന്നുന്നത്. നമ്മൾ അത്രയും ദിവസം അങ്ങോട്ട് കൊടുത്ത ഫോഴ്സിന് ഈക്വൽ ആയിട്ടുള്ള നോർമൽ ഫോഴ്സാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ കുറഞ്ഞ ഫോഴ്സേ താഴോട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കുറഞ്ഞ നോർമൽ ഫോഴ്സേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതാണ് നമുക്കൊരു സ്റ്റേബിൾ അല്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകുന്നത്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. സോ ലിസൺ ഹിയർ. ഇപ്പോൾ ലിഫ്റ്റിൻ്റെ അകത്ത് ഇരിക്കുന്ന ആൾ, അയാളുടെ വെയിറ്റ് mg ആണ്. തറയെന്ന് മേലോട്ട് നോർമൽ ഫോഴ്സും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇയാൾ പൊങ്ങിച്ചാടുന്നില്ല, ലിഫ്റ്റ് പോയിട്ട് താഴോട്ടും പോകുന്നില്ല. അപ്പോൾ ഈ രണ്ട് ഫോഴ്സും ബാലൻസറാണ്. അപ്പോൾ ലിഫ്റ്റ് റെസ്റ്റിലാണ്. ഇപ്പോൾ ലിഫ്റ്റ് റെസ്റ്റിലാണെങ്കിൽ ആക്സലറേഷൻ എത്ര? 0 അല്ലേ? ഇപ്പോൾ ലിഫ്റ്റ് റെസ്റ്റിലാണെങ്കിൽ ആക്സലറേഷൻ എത്ര? 0. അപ്പോൾ ആക്സലറേഷൻ 0. അപ്പോൾ ഇവിടെ ആൾ മിണ്ടാതിരിക്കുകയാണ്. മേലോട്ട് അയാൾ പൊങ്ങിച്ചാടൂല, ലിഫ്റ്റ് പൊട്ടി താഴോട്ടും വീഴില്ല. അപ്പം മേലോട്ടും താഴോട്ടുള്ള ഫോഴ്സുകൾ ഈക്വൽ ആണ്. അപ്പൊ ഏതൊക്കെ ഈക്വൽ ആണ്? n ഈക്വൽ ടു mg ആണ്. എന്താണ് പറയാ? n ഈക്വൽ ടു mg. n ഈക്വൽ ടു mg. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇവിടെ തറയിൽ നിൽക്കുന്നു, ഞാൻ കൊടുക്കുന്നത് എന്താണ്? mg. എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നത് എന്താണ്? n. ഈ n എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? mgക്ക് ഈക്വൽ ആണ്. ശരിയല്ലേ? അപ്പൊ ഞാൻ ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ്? എൻ്റെ വെയിറ്റ് ആണ്. അപ്പൊ ഞാൻ ചുമ്മാ ഇവിടെ നിൽക്കുന്ന സമയത്ത് താഴോട്ട് mg കൊടുക്കും, അതിന് ഈക്വൽ ആയിട്ടുള്ള നോർമൽ ഫോഴ്സ് എനിക്ക് കിട്ടും. അപ്പം ഞാനിപ്പോൾ അത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ വെയിറ്റ്. കൊള്ളാം. അപ്പോൾ എനിക്കിപ്പോൾ ചുമ്മാ നിൽക്കുന്ന സമയത്ത് ദ മാൻ ഫീൽസ് ഹീസ് ഓൺ വെയിറ്റ്. അപ്പോൾ ഇൻ ദിസ് സിറ്റുവേഷൻ ദ മാൻ ഫീൽസ് ഹീസ് ഓൺ വെയിറ്റ്. ഇനി ലിഫ്റ്റ് മൂവിങ് അപ്പ് ഓർ ഡൗൺ വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. നിങ്ങളുടെ ഈ ലിഫ്റ്റ് മേലോട്ടോ താഴോട്ടോ പോവുകയായിരുന്നെന്നിരിക്കട്ടെ, കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോയാലും ആക്സലേഷന്റെ വാല്യൂ എത്രയാ? 0 അല്ലേ? അപ്പൊ ഈ കേസിലും ഹി ഫീൽസ് ഹിസ് ഓൺ വെയിറ്റ്. അതായത് അവിടെയും n ഈക്വൽ ടു mg തന്നെ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇതൊരു ആളാണ്. ആൾ അവിടെ നിൽക്കുന്നു, ലിഫ്റ്റിന്റെ അകത്ത് നിൽക്കുന്നു, അയാളുടെ വെയിറ്റ് mg ആണ്, നോർമൽ ഫോഴ്സ് മേലോട്ടാണ്. അപ്പോൾ ലിഫ്റ്റ് റെസ്റ്റിലാണെങ്കിൽ ഹി ഫീൽസ് ഹിസ് ഓൺ വെയിറ്റ്. അപ്പോൾ n ഈക്വൽ ടു mg. ലിഫ്റ്റ് മൂവിങ് അപ്പ് ഓർ ഡൗൺ വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി ആണെങ്കിലും ആക്സലേഷൻ 0. ഇൻ ദാറ്റ് സിറ്റുവേഷൻ ആൾസോ ഹി ഫീൽസ് ഹിസ് ഓൺ വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനിൽ ഹി ഫീൽസ് ഹിസ് ഓൺ വെയിറ്റ്. അപ്പോൾ ഞാൻ എഴുതുന്നത് ഹി ഫീൽസ് ഹിസ് ഓൺ വെയിറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ n ഈക്വൽ ടു mg. അപ്പോൾ n ഈക്വൽ ടു mg എന്ന് എഴുതി കഴിഞ്ഞാൽ മനസ്സിലാക്കണം എന്താണ്? ഫീൽ ചെയ്യുന്നത് ഈക്വൽ ടു mg ആണ്. ഫീൽ ചെയ്യുന്നത് ഈക്വൽ ടു mg ആണ്. അപ്പോൾ ദ മാൻ ഫീൽസ് ഹിസ് ഓൺ വെയിറ്റ്. ദ മാൻ ഫീൽസ് ഹിസ് ഓൺ വെയിറ്റ്. ഇനി അടുത്തേതാ? ലിഫ്റ്റ് മൂവിങ് അപ്പ് വിത്ത് ആക്സലേഷൻ. ലിഫ്റ്റ് മേലോട്ടാണ് പോകുന്നത്. ലിഫ്റ്റിന് എന്തുണ്ട്? ആക്സലേഷൻ ഉണ്ട്. ലിഫ്റ്റിന് മേലോട്ടാണ് ലിഫ്റ്റ് പോകുന്നത്. ലിഫ്റ്റിന് എന്തുണ്ട്? ആക്സലേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ എത്ര ഫോഴ്സ് ഉണ്ട് മക്കളെ? 2 ഫോഴ്സ് അല്ലേ? ഏതൊക്കെയാ? n-ഉം mg-യും അല്ലേ? നിങ്ങളുടെ ലിഫ്റ്റ് പോകുന്നത് എങ്ങോട്ടാണ്? മേലോട്ടല്ലേ? അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യും മേലോട്ടുള്ള ഫോഴ്സ് കൂടുതലെന്ന്. ഓർത്ത് വയ്ക്കണം, വിത്ത് ആക്സലേഷൻ ആണെങ്കിലേ അങ്ങനെ അസ്യൂം ചെയ്യാവൂ. അപ്പൊ നിങ്ങളുടെ ലിഫ്റ്റ് മേലോട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് അസ്യൂം ചെയ്യണം? മേലോട്ടുള്ള ഫോഴ്സ് കൂടുതലായിരിക്കണം. മേലോട്ടുള്ള ഫോഴ്സ് കൂടുതലാണെങ്കിലേ മേലോട്ട് ആക്സലേഷൻ ഉണ്ടാവും. സോ ലിസൺ. അപ്പോൾ മേലോട്ട് ഉള്ള ഫോഴ്സ് കൂടുതലും താഴോട്ടുള്ള ഫോഴ്സ് കുറവും. വാട്ട് ഈസ് നെറ്റ് ഫോഴ്സ്? നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് വലിയ ഫോഴ്സ് മൈനസ് ചെറിയ ഫോഴ്സ്. വലിയ ഫോഴ്സ് മൈനസ് ചെറിയ ഫോഴ്സ്. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങളുടെ ലിഫ്റ്റ് മേലോട്ടാണ് പോകുന്നത്.
അപ്പൊ മേലോട്ട് പോകുമ്പോഴത്തേക്ക് മേലോട്ടുള്ള ഫോഴ്സ് കൂടുതലും താഴോട്ടുള്ള ഫോഴ്സ് കുറവും. അപ്പൊ നെറ്റ് ഫോഴ്സ് കാണാൻ വലുതിന്ന് ചെറുത് മൈനസ് ചെയ്യും. ഇനി നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം എ എന്നാണ്. അപ്പൊ എം എ ഈക്വൽ ടു എൻ മൈനസ് എം ജി എന്നാണ്. എൻ മൈനസ് എം ജി. ഇതിൽ നിന്ന് എൻ കണ്ടുപിടിച്ചാൽ എന്ത് വരും പറയൂ? എൻ ഈക്വൽ ടു പറയൂ. എൻ ഈക്വൽ ടു എം എ പ്ലസ് എം ജി ഓർ എം ജി പ്ലസ് എം എ. അപ്പൊ എം ജി പ്ലസ് എം എ എന്ന് വരും. അപ്പോ എൻ ഈക്വൽ ടു എം ജി പ്ലസ് എം എ അല്ലെങ്കിൽ എം ഇൻറ്റു ജി പ്ലസ് എ എന്ന് വരില്ലേ? അപ്പൊ ഇവിടെ അയാൾക്ക് ഫീൽ ചെയ്യുന്നത് അയാളുടെ വെയിറ്റ് പ്ലസ് എം എ അഡീഷണലി. അപ്പൊ അയാൾക്ക് തോന്നും അയാൾക്ക് വെയിറ്റ് കൂടിയതായിട്ട് തോന്നും. അപ്പൊ ഒരു ലിഫ്റ്റ് മേലോട്ട് പോവുകയാണ്, ലിഫ്റ്റിന് മേലോട്ട് ആക്സലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന എന്താണ്? നിങ്ങളുടെ വെയിറ്റ് കൂടിയ എഫക്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് തോന്നും? എത്ര അഡീഷണൽ ആയിട്ട് തോന്നും? എം ജിയുടെ കൂടെ അഡീഷണൽ ആയിട്ട് എത്ര കൂടെ തോന്നും? എം എയുടെ തോന്നും. ഇതാണ് സെക്കൻഡ് കേസ്. പഠിച്ചതല്ലേ? അപ്പോൾ ലിഫ്റ്റ് എങ്ങോട്ട് പോകുന്നു? മേലോട്ട് പോകുന്നു. മേലോട്ട് പോകുമ്പോൾ നമ്മൾ ഏത് ഫോഴ്സ് കൂടുതലെന്ന് വിചാരിക്കും? എൻ കൂടുതലെന്ന് വിചാരിക്കും. എം ജി കുറവെന്ന് പറയും. അപ്പൊ നെറ്റ് ഫോഴ്സ് കാണാൻ എന്ത് ചെയ്യും? വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യും. നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എം എ. അപ്പൊ എം എ ഈക്വൽ ടു എൻ മൈനസ് എം ജി. ഇനി ഇതിനകത്ത് നിന്ന് എൻ കണ്ടുപിടിച്ചാൽ എന്ത് വരും? എം ജി പ്ലസ് എം എ. അപ്പൊ എൻ ഈക്വൽ ടു എം ഇൻറ്റു ജി പ്ലസ് എ. അപ്പോൾ ദ മാൻ ഫീൽസ് ദാറ്റ് ഹിസ് വെയിറ്റ് ഹാസ് ഇൻക്രീസ്ഡ് ബൈ എൻ എമൗണ്ട് എം എ. അപ്പൊ അയാൾക്ക് വെയിറ്റ് കൂടിയ എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ. ഇനി അടുത്ത എന്താണ്? ലിഫ്റ്റ് മൂവിങ് ഡൗൺ വിത്ത് ആക്സലേഷൻ. ലിഫ്റ്റ് താഴോട്ട് മൂവ് ചെയ്യുന്നു ആക്സലേഷനോടെ. അപ്പൊ വാട്ട് ഈസ് എ നെറ്റ് ഫോഴ്സ്? നിങ്ങൾ തന്നെ പറയും. താഴോട്ടാണ് പോകുന്നത്. അപ്പൊ ഏത് ഫോഴ്സ് വലുത്? താഴോട്ടുള്ള ഫോഴ്സ് വലുത്. അപ്പൊ നെറ്റ് ഫോഴ്സ് കാണാൻ വലിയ ഫോഴ്സ് മൈനസ് ചെറിയ ഫോഴ്സ് തന്നെ. നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എം എ. അപ്പൊ എം എ ഈക്വൽ ടു എം ജി മൈനസ് എൻ എന്ന് വരില്ലേ? ഇതിനകത്തുനിന്ന് എൻ എങ്ങനെ കണ്ടുപിടിക്കും? വാട്ട് ഈസ് എൻ? എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എം ജി മൈനസ് എം എ അല്ലേ? എം ജി മൈനസ് എൻ. അപ്പൊ എൻ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി മൈനസ് എ എന്നല്ലേ? അപ്പൊ എന്താണ് എഴുതിയിരിക്കുന്നത്? ഫീൽ ചെയ്യുന്നത് ഈക്വൽ ടു എം ജി മൈനസ് എം എ. അപ്പോ അയാൾക്ക് ഫീൽ ചെയ്യുന്നു വെയിറ്റ് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യുന്നു. അയാൾക്ക് ഇപ്പൊ തോന്നുന്നത് എം ജി മൈനസ് എം എ ആണ്. അപ്പൊ എം എ കുറഞ്ഞതായിട്ട് തോന്നും. ഓർത്ത് വയ്ക്കണം, ലിഫ്റ്റ് താഴോട്ട് ആക്സലേഷനിൽ പോയാൽ അതിനകത്ത് നിൽക്കുന്ന ആളിന് അയാളുടെ വെയിറ്റ് കുറഞ്ഞതായിട്ട് തോന്നും. അപ്പൊ അയാൾക്ക് ഇപ്പൊ തോന്നുന്നത് എത്രയാണ്? എം ഇൻറ്റു ജി മൈനസ് എ ആണ്. ഓർത്ത് വയ്ക്കുക, നിങ്ങളുടെ ലിഫ്റ്റ് താഴോട്ട് പോകുന്നു. അപ്പൊ താഴോട്ട് പോകുമ്പോഴത്തേക്ക് താഴോട്ടുള്ള ഫോഴ്സ് കൂടുതലെന്ന് അസ്യൂം ചെയ്യും, മേലോട്ടുള്ള ഫോഴ്സ് കുറവെന്ന് അസ്യൂം ചെയ്യും. അപ്പൊ നെറ്റ് ഫോഴ്സ് ആണ് എന്ത് ചെയ്യും? വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യും. നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എം എ. അപ്പൊ എം എ ഈക്വൽ ടു എം ജി മൈനസ് എൻ. ഇതിൽ നിന്ന് എൻ കാണുമ്പോഴത്തേക്ക് എം ജി മൈനസ് എം എ. അപ്പൊ എം കോമൺ എടുത്തിട്ട് ബാക്കി ബ്രാക്കറ്റ് ഇടുക. അപ്പൊ എന്താണ് ഫീൽ ചെയ്യുന്നത്? ദ മാൻ ഫീൽസ് ദാറ്റ് ഹിസ് വെയിറ്റ് ഹാസ് ഡിക്രീസ്ഡ്. കുഴപ്പമില്ലല്ലോ. ഇനി അടുത്തത് നിങ്ങളുടെ സമയം തെളിഞ്ഞു നോക്കൂ. സമയം തെളിഞ്ഞെങ്കിൽ ഈ ലിഫ്റ്റിന്റെ റോപ്പ് അങ്ങ് പൊട്ടിപ്പോയി. റോപ്പ് പൊട്ടിയാൽ ഇപ്പൊ നിങ്ങൾ എന്തായിട്ട് മാറി? ഫ്രീലി ഫോളിംഗ് ബോഡിയായി. നിങ്ങൾ എന്തായിട്ട് മാറി? ഫ്രീലി ഫോളിംഗ് ബോഡിയായി. ഫ്രീലി ഫോളിംഗ് ബോഡി ആണെങ്കിൽ ആക്സലേഷൻ എന്ന് പറയുന്നത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ? അപ്പൊ എ എന്ന് പറയുന്നത് എന്തിന് ഈക്വലായി? ജിക്ക് ഈക്വലായി. അങ്ങനെയാണെങ്കിൽ താഴോട്ട് പോകുന്നതിന്റെ ഇക്വേഷൻ ഇവിടെ എഴുതാം. എൻ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി മൈനസ് എ എന്നാണ് ഇക്വേഷൻ. എൻ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി മൈനസ് എ എന്ന് പറയുന്നത് ജി അല്ലേ? അപ്പൊ എൻ ഈസ് ഈക്വൽ ടു 0 എന്ന ആൻസർ കിട്ടും. അപ്പൊ ദ പേഴ്സൺ ഫീൽസ് നോ വെയിറ്റ് അറ്റ് ഓൾ. അയാൾക്ക് വെയിറ്റ് തോന്നില്ല. അപ്പൊ കയറ് പൊട്ടി താഴേക്ക് വീഴുന്ന സമയമാണെങ്കിൽ അയാൾക്ക് പിന്നെ വെയിറ്റേ ഫീൽ ചെയ്യില്ല. പിന്നെ അയാൾ വെയിറ്റ് ഇല്ലായ്മയുടെ ലോകത്തേക്ക് പോവുകയായി. ഇപ്പൊ ശ്രദ്ധിക്കൂ. അപ്പൊ എന്താണ്? റോപ്പ് പൊട്ടുകയാണെങ്കിൽ ഹി ബിക്കംസ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. സോ ആക്സലേഷൻ ബിക്കംസ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ താഴോട്ട് വീഴുന്നതിന്റെ ഇക്വേഷൻ എഴുതാൻ എൻ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി മൈനസ് എ. ഇതിൽ എക്ക് പകരം ജി ഇട്ടാൽ ആൻസർ എത്രയെന്ന് വരും? 0. സോ ദ മാൻ ഫീൽസ് നോ വെയിറ്റ് അറ്റ് ഓൾ. ദ മാൻ ഫീൽസ് നോ വെയിറ്റ് അറ്റ് ഓൾ. ഓക്കെ, ഇതാണ് ലിഫ്റ്റിലുള്ള മോഷൻ. ഓക്കെ ആണല്ലോ? ഞാൻ ചോദിക്കാം, നിങ്ങൾ പറയണം. ലിഫ്റ്റ് റെസ്റ്റിലോ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മേലോട്ടോ താഴോട്ടോ പോകുന്നതാണെങ്കിൽ he feels his own weight. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? n ഈക്വൽ ടു എം ജി എന്ന് എഴുതും. ലിഫ്റ്റ് മേലോട്ട് പോവുകയാണെങ്കിൽ he feels increase of weight. he feels increase of weight. ശരിയല്ലേ? വാട്ട് ഈസ് എന്താണ് ഫീൽ ചെയ്യുന്നത്? n ഈക്വൽ ടു എം ജി പ്ലസ് എം എ. ഇനി ലിഫ്റ്റ് താഴോട്ട് പോകുന്നു വിത്ത് ആക്സലേഷൻ ആണെങ്കിലോ he feels a decrease of weight. അപ്പൊ ഫീൽ ചെയ്യുന്നത് എന്താണ്? എം ജി മൈനസ് എം എ. റോപ്പ് പൊട്ടി താഴേക്ക് വീണാണെങ്കിൽ he feels no weight at all. ഓർത്ത് വെച്ചോണം. ഓക്കെ, അടുത്തേക്ക് പോവാം.